സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അവരുടെ ക്ഷേമം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. ഈ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അതീവ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതീയുവാക്കൾക്കായി നൈപുണ്യ പരിശീലന പദ്ധതികൾ ഏതെല്ലാമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ സർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മികച്ച തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അസാപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖേന ഈ പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നൈപുണ്യ പരിശീലന പദ്ധതികൾക്ക് അത് പ്രത്യേകം സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥാപനങ്ങൾ മുഖേന 20, 25, 26 വർഷം നടപ്പിലാക്കുന്നതിന് കരാറിൽ ഏർപ്പെടുകയും ആയതിൻ്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള മുഖേന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഉന്നത സാങ്കേതിക പരിശീലനം നൽകുന്നതിനായി 12 മാസം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വെബ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ഡാറ്റ ഇൻ്റലിജൻസ് എന്നീ കോഴ്സുകൾ പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും 2 കോഴ്സുകൾക്കായി 90 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനവും ആധുനിക സാങ്കേതിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതുമാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഓരോ കോഴ്സിലും 30 വിദ്യാർത്ഥികൾക്ക് വീതം പ്രവേശനം നൽകും. ഒരു വിദ്യാർത്ഥികൾക്ക് 15 ലക്ഷം രൂപയാണ് പരിശീലന ചെലവ്. പ്രസ്തുത കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും 102 ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 26 ജനുവരി, 13, 14, 16 തീയതികളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ 36 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BPL വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യ അനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് പരിശോധന 2026 ഫെബ്രുവരി ആദ്യവാരം നടത്തുന്നതാണ്. സർ, ഈ സർക്കാരിൻ്റെ കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ക്രമാനുഗതമായിട്ടുള്ള ബഡ്ജറ്റ് വർധനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം കൂടുതലായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ അധിക ഭാഗവും വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സമീപകാലത്ത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പകരം ഈ സർക്കാർ നടപ്പിലാക്കിയ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദമാക്കാമോ? ഈ സർക്കാരിൻ്റെ കാലയളവിൽ നാളിതുവരെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം വിശദമാക്കാമോ? സർ, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 22 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുള്ളത്. സർ, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതിക്കായി 24-25 സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ 20 കോടി രൂപ അനുവദിക്കുകയും 1,01,667 വിദ്യാർത്ഥികൾക്കായി 18.25 കോടി രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, നടപ്പ് സാമ്പത്തിക വർഷം 20 കോടി രൂപ ബഡ്ജറ്റ് വീതമായി ലഭിക്കുകയും ഈ പദ്ധതിക്ക് 1,25,649 വിദ്യാർത്ഥികൾക്കായി 18,84,000 രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായിട്ടുള്ള കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് തരത്തിൽ 26-27 സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പിനായുള്ള തുക 22 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്.